ഇൻവെസ്റ്റിംഗ് സീരീസിൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ. ആകെ 1-2 ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മാസത്തിൽ 3-4 വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇടാം അങ്ങനെ വിചാരിച്ച് നീണ്ടുപോയി. എന്നാൽ എൻ്റെ പല കമ്മിറ്റ്മെൻറ്റ്സും തിരക്കുകൾ കാരണം എനിക്ക് അതിനെ സമയം കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. ഈ വീഡിയോ ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കാര്യമായിട്ട് നോളേജ് ഒന്നും ഇല്ലെങ്കിലും കൂളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതി. ഇപ്പോൾ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നോളേജ് ഇല്ലാത്ത ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് തന്നാൽ പണം പോകും. പല ആളുകളും വന്നിട്ട് ഗൈഡൻസ് തരാം, അത് തരാം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ തന്നെ പഠിച്ച് നമ്മൾ തന്നെ വേണ്ട റിസർച്ച് ചെയ്യാതെ സംഗതി ആ മേഖലയിൽ വിജയിക്കില്ല. എന്നാൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല കാര്യമാണ്, 10,000-20,000 രൂപയൊക്കെ വേണമെന്ന്. അങ്ങനെയൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ 100 രൂപയ്ക്ക് വരെ ഈ ഗോൾഡ് വാങ്ങിയിട്ടുണ്ട്. ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സെർച്ച് ചെയ്താൽ ഒരു സംഗതി കിട്ടും. അത് നമുക്ക് 100 രൂപ മുതൽ വാങ്ങാൻ പറ്റും. സോ കഴിഞ്ഞ 5 വർഷത്തിൽ നമ്മൾ ഗോൾഡ് എവിടം വരെ എത്തിയെന്ന് ആലോചിച്ച് നോക്കൂ. ഇരട്ടിയിലധികം വളർന്നിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ഗസ് പ്രകാരം ഒരു 1.5-2 വർഷം കൊണ്ട് 22 ക്യാരറ്റ് ഗോൾഡ് തന്നെ ഒരു 8,500-9,000 റേറ്റിലോട്ടൊക്കെ എത്തും. കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അടുത്ത വർഷമൊക്കെ ആയിട്ട് ഒരു 4 റേറ്റ് കട്ടൊക്കെ ഉണ്ടാവും. എപ്പോഴൊക്കെയാണോ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഗോൾഡ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ എന്തിനാണ് ഗോൾഡ് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ല. പണം കിട്ടാൻ ഇപ്പം തന്നെ തിരിച്ചു കിട്ടും അങ്ങനത്തെ രീതിയല്ല. എന്നാൽ ഗോൾഡ് ആകുമ്പോൾ നമുക്കൊരു 3 മാസം 4 മാസം കൊണ്ടൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വലിയൊരു നോളേജ് ഒന്നും ഇല്ലെങ്കിലും ഗോൾഡിൽ ഇപ്പോൾ നമുക്ക് ഡെയിലി ഒരു 100 രൂപയ്ക്കോ 200 രൂപയ്ക്കോ ഒക്കെ ഇങ്ങനെ ഗോൾഡ് പീസ് എന്നുള്ള രീതിയിൽ വാങ്ങിയിട്ട് അങ്ങനെ പോയാൽ നമ്മൾ പോലും അറിയാത്തൊരു ഹൈക്ക് ഉണ്ടാവും അവിടെ. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ, അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു, അപ്പോൾ ഇവിടെ ഗോൾഡ് ഒന്ന് കൂടി. ഇനി ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ യുദ്ധത്തിൻ്റെ എല്ലാ സ്ഥലത്തും യുദ്ധമാണ്. റഷ്യയുടെ യുദ്ധം ഒരു സ്ഥലത്ത്, ഇസ്രായേലിൻ്റെ യുദ്ധം മറൊരു സ്ഥലത്ത്, ഇസ്രായേൽ-ലെബൺ ഏതാണ്ട് യുദ്ധം പ്രഖ്യാപിച്ച അവസ്ഥയാണ്. എപ്പോഴൊക്കെ യുദ്ധം വരുന്നോ അപ്പോഴൊക്കെ ഗോൾഡ് കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ വേറെ കഥ നമ്മൾ ചിന്തിച്ചറിയാം. ഇപ്പോൾ യുദ്ധം വന്നു എന്ന് വിചാരിക്കുക, ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഏതാണോ നാണയം അത് വർക്ക് ചെയ്യണമെന്നില്ല, അവിടെ എടുക്കണമെന്നില്ല. എന്നാൽ ഗോൾഡിന് ആ പ്രശ്നമല്ല. സോ മറ്റൊരു രാജ്യത്തിലേക്ക് പലായനം ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ ആ ഗോൾഡ് കൊടുത്താൽ അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അവിടെ നമുക്ക് മറ്റൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും. പിന്നെ ഗോൾഡ് നമ്മൾ എന്തിനാണ് വാങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് മണിയാണ്, പെട്ടെന്ന് പണം കിട്ടും ഗോൾഡ്. അത് അടുത്തുള്ള ഒരു സ്ഥലത്തൊരു പണയം വെച്ചാലൊക്കെ നമ്മുടെ ആവശ്യത്തിന് പെട്ടെന്ന് കിട്ടും. സോ നമ്മൾ ഗോൾഡിൽ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെയാണ്. എന്നാൽ ഞാൻ ആ ഗോൾഡ് നല്ലതാണെങ്കിൽ പോലും ഞാൻ പ്രിഫർ ചെയ്യുന്നത്, എൻ്റെ ഒരു കംഫേർട്ട് എന്ന് പറയുന്നത് ഗോൾഡ് പീസാണ്. അത് നമ്മുടെ ആപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ പണിക്കൂറവ് എന്നൊക്കെ പറഞ്ഞ് കുറേ അവിടെ നഷ്ടം വരും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് നഷ്ടമായാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത് അവൻ്റെ അസറ്റാണെന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ US റിസഷൻ അങ്ങനെ ഇങ്ങനെ സാമ്പത്തിക മാന്ദ്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയ്ക്കുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് സാമ്പത്തിക മാന്ദ്യം റിസഷൻ എന്നൊക്കെ പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണായി പോകും. എന്നാൽ ഗോൾഡ് ആ സമയം കയറുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പണം ഇടാൻ അറിയില്ല എന്ന് വിചാരിക്കാം, അതിനെക്കുറിച്ച് ഒരു നോളേജും ഇല്ലെങ്കിലും ഗോൾഡിനെ കുറിച്ച് നമുക്കറിയാം. പിന്നെ ഇൻഫ്ലേഷൻ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. പണപ്പെരുപ്പത്തെ ഗോൾഡ് വെച്ച് ബീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയാം. അത് സ്റ്റോക്ക് മാർക്കറ്റിനും പോസിബിൾ ആണ്. പക്ഷേ ഒരാൾക്ക് അതിനെക്കുറിച്ച് നോളേജ് ഇല്ലാത്ത ഒരാൾക്ക് കണ്ണുടച്ച് ഗോൾഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഏതൊരു സാധാരണക്കാരനും കയ്യിലൊരു 100 രൂപ എന്നുള്ളെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് അയാൾക്കൊന്നും അറിയില്ലെങ്കിൽ പോലും 100 രൂപയ്ക്ക് ഗോൾഡ് വാങ്ങുക. അയാൾക്ക് തന്നെ അറിയാം, ആരും പറഞ്ഞൊന്നും തരണ്ട. ഗോൾഡ് വളരും, അത് വലിയൊരു എമൗണ്ടിലേക്ക് വരുന്നൊക്കെ അറിയാം. 100 രൂപയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ച് പോവാം. നമ്മുടെ കയ്യിൽ എത്രയാണോ രൂപ ഉള്ളത് അങ്ങനെ വാങ്ങിച്ച് പോവാം. അത് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം. അതിന് നമുക്ക് ഏത് ആപ്പും ഉപയോഗിക്കാം, ഡിമാറ്റ് അക്കൗണ്ടോ ഏതും ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ആപ്പ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, ഏത് ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഈ ആപ്പൊക്കെ നാളെ എന്താ അവസ്ഥ, അതൊക്കെ പോയാലോ എന്നൊക്കെ, അത് പൊളിഞ്ഞു പോയാലോ തകർന്നു പോയാലോ എന്നൊക്കെ ചിന്തിക്കാം. അതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ NSEയിൽ അതിൻ്റെയൊക്കെ എല്ലാ രേഖകളും ഉണ്ട്. അതുകൊണ്ട് അതൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കുക, നമ്മുടെ കയ്യിൽ ഏത് ആപ്പാണോ ഉള്ളത് വെച്ചാൽ അത് ഓപ്പൺ ആക്കുക, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അതിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഗോൾഡ് പീസ് എന്ന് സെർച്ച് ചെയ്യുക. ഗോൾഡ് പീസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കാണും
അത് ക്ലിക്ക് ചെയ്യുക, ബൈ കൊടുക്കുക. സിമ്പിളാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് വെറുതെ പലരും പറയുന്നതൊക്കെ കേട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ മുൻപ് ജസ്റ്റ് നമുക്ക് ഗോൾഡിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഗോൾഡ് പീസ് കുറച്ച് കുറച്ച് വാങ്ങി 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 നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ആ ആപ്പ് ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ നമ്മൾ ചെയ്ത് അങ്ങനെ നമ്മൾ ആ ലോകത്തോട്ട് പ്രവേശിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലോകത്തോട്ട്. അതിനുശേഷം നമുക്ക് മറ്റ് സ്റ്റോക്സിനെ കുറിച്ചൊക്കെ പഠിക്കാം. സോ നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ആ പണം കളയുന്നതിനേക്കാളൊക്കെ സേഫ് ആയത് ഒരു ബിഗിനറെ സംബന്ധിച്ച് എപ്പോഴും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഗോൾഡിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ അനലൈസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഒരു 100 രൂപയ്ക്കോ 200 രൂപയ്ക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ബഫറ്റ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയും നേരത്തെ ആരംഭിക്കണോ അത്രയും നേരത്തെ നമ്മൾ ആരംഭിക്കണം. കാരണം ഇത് കോമ്പൗണ്ട് എഫക്റ്റ് ആണ്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എത്ര കാലം നമ്മൾ ഇതിലിരിക്കുന്നു അത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, അത്ര ഇത് പെരുവും. സോ നേരത്തെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 100 രൂപ 200 രൂപയുള്ളെങ്കിൽ അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുക. ഇനി എങ്ങനെയാണ് ഗോൾഡ് പീസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ആ വീഡിയോ ജസ്റ്റ്, അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ ഗോൾഡ് പീസ് വാച്ച് ലിസ്റ്റിൽ സെർച്ച് ചെയ്യുക, അതിൽ കാണും, അത് ക്ലിക്ക് ചെയ്യുക, സ്ഥിരം സ്റ്റോക്ക് വാങ്ങുന്ന പോലെ തന്നെ അത് ബൈ ചെയ്യാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്നുള്ളതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത ആ ആപ്പ് കയറിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇറ്റ്സ് മീ MK J Dev.